കാടുകളുടെ നിശബ്ദതയിൽ നിന്നും ഉയർന്നു വന്നൊരു ദിവ്യനാദം, പ്ലാവുതടിയിൽ കൊത്തിയ ഭക്തിയുടെ മഹാകാവ്യം, 1000 വർഷങ്ങളുടെ ചരിത്രം ശ്വാസമെടുക്കുന്നൊരു ദേവസങ്കേതം. അവിടെ ഇന്നും ഉഗ്ര നരസിംഹന്റെ കണ്ണുകൾ ധർമ്മത്തെ കാത്തു നിൽക്കുന്നു. ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ഭക്തിയുടെയും ശില്പകലയുടെയും മഹിമയുടെ അത്ഭുത സംഗമമായ ശാസ്താംകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ തീർത്ഥയാത്രയാണ്. കേരളത്തിലെ അതിപുരാതനവും അത്ഭുതപൂർണവുമായ ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും ആത്മീയതയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഭക്തിപൂർണമായിട്ടുള്ള യാത്ര. ഇന്നത്തെ യാത്ര എത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1250 വർഷങ്ങളിലേറെ പഴക്കമുള്ള പ്രസിദ്ധമായിട്ടുള്ള ശാസ്താംകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ക്ഷേത്രം ഭക്തിക്കും വാസ്തുവിദ്യയ്ക്കും ദാരുശില്പങ്ങൾക്കും കേരളത്തിലെ അപൂർവ പൈതൃക സ്മാരകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹാവതാരം ധർമ്മ സംരക്ഷണത്തിന്റെ ഏറ്റവും ഉഗ്രവും അതിശക്തവുമായിട്ടുള്ള പ്രതീകമാണ്. ഹിരണ്യകശിപുവിന്റെ അധർമ്മം അവസാനിപ്പിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കാൻ സ്തംഭം പിളർന്ന് പ്രത്യക്ഷപ്പെട്ട നരസിംഹ ഭഗവാൻ ഭക്തന്റെ വിളി ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന സന്ദേശമാണ് അവിടെ നൽകുന്നത്. ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഉഗ്രസ്വരൂപനായ മഹാവിഷ്ണുവെ, എല്ലാ ദിക്കുകളിലും പ്രകാശിക്കുന്ന നരസിംഹമൂർത്തിയെ, മരണത്തെയും ജയിക്കുന്ന ദിവ്യശക്തിയെ അങ്ങയെ ഞാൻ നമിക്കുന്നു. നമുക്കിനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഒന്ന് പരിശോധിക്കാം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം മുഞ്ചിറ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. തീർത്ഥാടനത്തിനിടെ ഈ പ്രദേശത്തെത്തിയ മുഞ്ചിറ സ്വാമി ഇവിടെ നരസിംഹമൂർത്തിയെ ആരാധിക്കുകയും പൂജയ്ക്ക് ശേഷം വിഗ്രഹം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വിഗ്രഹം ഭൂമിയിൽ ഉറച്ചുപോയി. അത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായി കണക്കാക്കി അവിടെ അദ്ദേഹം ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ഒരു പുരാതന ലിഖിതത്തിൽ 1128 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു. 14ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടതായിട്ടും കണ്ടത്തിൽ മഠം ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി നൽകിയതായിട്ടും ചരിത്രരേഖകൾ പറയുന്നു. മുമ്പ് മുഞ്ചിറ മഠത്തിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. ഇപ്പോൾ NSS കരയോഗത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇനി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെയും സങ്കല്പത്തെയും കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മി സമേതനായി പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന നരസിംഹസ്വാമിയാണ്. കേരളത്തിലെ മറ്റു നരസിംഹ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഭഗവാൻ ഭക്തവത്സലനും കരുണാമയനുമായ ഭാവത്തിലാണ്. വിഗ്രഹം പ്ലാവുതടിയിൽ തീർത്ത ഭീമാകാരമായ ദാരുശില്പമാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ വാഴുന്നത്. ഈ ക്ഷേത്രം ദാരുശില്പങ്ങളുടെ ഒരു അത്ഭുത ലോകമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്ഭുതകരമായിട്ടുള്ള തടിയിലുള്ള കൊത്തുപണികളാണ്. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതായി കരുതുന്ന 21 പാനലുകളിലായി പുരാണ കഥകൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. പ്രധാന ശില്പങ്ങൾ ഗജേന്ദ്രമോക്ഷം, ദശാവതാരം, അനന്തശയനം, ശിവപാർവതി, സീതാദേവി, ഹനുമാൻ, നരസിംഹാവതാരം എന്നിവയാണ്. ഓരോ ശില്പവും ഒരു ജീവിച്ചിരിക്കുന്ന പുരാണ കഥ പോലെ തോന്നുന്ന വിധമാണ് ഇവിടുത്തെ ശില്പങ്ങളുടെ നിർമ്മാണം. തടിയിൽ കൊത്തിയ തത്വമിതാ, കാലം പോലും മായ്ക്കാത്ത കഥയിതാ. ഭക്തിയുടെ ശ്വാസം ചേർന്നിടുമ്പോൾ ശില്പവും ദൈവമാകുന്ന ഇടം. ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഒരു മഹിമ വിളിച്ചോതുന്ന സ്ഥലമാണ്. ഈ ക്ഷേത്രം കേരളത്തിന്റെ പരമ്പരാഗത ചതുരശ്ര അല്പവിമാന നിരന്തര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് അധിഷ്ഠാനത്തിന് മുകളിലായി പുറം ഭിത്തികൾ ഉയർന്നിരിക്കുന്നു. ശ്രീകോവിലിന് ഇരുവശങ്ങളിലും ദ്വാരപാലകരുണ്ട്. ബലിപീഠം അകത്തളത്തിന് പുറത്തായും ധ്വജസ്തംഭം തുറസ്സായ സ്ഥലത്തുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1967 കേരള സർക്കാർ ഈ ക്ഷേത്രത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, കേരളത്തിന്റെ ആത്മീയ കലാപൈതൃകത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. ഇവിടുത്തെ ആചാരങ്ങളും പ്രത്യേകതകളും ഒന്ന് പരിശോധിക്കാം. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം. നരസിംഹ ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന പ്രധാന നൈവേദ്യമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേക ആചാരമാണ് സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല എന്നുള്ളത്. ശതാബ്ദങ്ങളായി തുടരുന്ന ഈ ആചാരം
ക്ഷേത്രത്തിന്റെ താന്ത്രികപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ഉത്സവത്തിന്റെ മഹിമ ഒന്ന് പരിശോധിക്കാം. കുംഭമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി ആരംഭിക്കുന്ന 10 ദിവസത്തെ ഉത്സവം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം അതാണ്. ചെണ്ടമേളം, ദീപാലങ്കാരം, ആനയോട്ടം, ഭക്തി സാന്ദ്രമായിട്ടുള്ള രാത്രികൾ. ആ ദിവസങ്ങളിൽ ശാസ്താംകുളങ്ങര ഒരു ദിവ്യ ലോകമായി മാറും. നരസിംഹായ വിദ്മഹേ വജ്രനഖായ ധീമഹി തന്നോ സിംഹ പ്രചോദയാത്. വജ്രനഖങ്ങളുള്ള നരസിംഹസ്വാമിയെ ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ദിവ്യശക്തി നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കട്ടെ. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്ററോളമാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററിലധികമാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലുള്ള റോഡ് നേരെ കിഴക്കോട്ട് നീങ്ങി 500 മീറ്റർ പോകുമ്പോൾ നരസിംഹമൂർത്തി ക്ഷേത്രം എത്തുകയായി. ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ധർമ്മത്തിനായി നിലകൊള്ളുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന സത്യം. പ്രഹ്ലാദനെ കാത്തതുപോലെ ഭക്തന്റെ വിശ്വാസത്തെയും നരസിംഹസ്വാമി സംരക്ഷിക്കും. കാലം മാഞ്ഞാലും ഭക്തി മാഞ്ഞു പോകില്ല. ശില്പങ്ങൾ നിശബ്ദമായാലും ദൈവത്തിന്റെ സാന്നിധ്യം സംസാരിച്ചു കൊണ്ടിരിക്കും. ചെങ്ങന്നൂരിന്റെ ഹൃദയത്തിൽ ഉഗ്രതയിൽ കരുണയും ചരിത്രത്തിൽ ആത്മീയതയും ഒന്നായി തെളിയുന്ന ഈ ദിവ്യ സങ്കേതം ശാസ്താംകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം ദിവ്യക്ഷേത്രങ്ങളുടെയും ആത്മീയ യാത്രകളുടെയും കഥകൾക്കായി തീർത്ഥയാത്ര ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഭഗവാൻ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ. ഓം നരസിംഹമൂർത്തേ നമഃ. നന്ദി, നമസ്കാരം, ശുഭദിനം.